നമസ്കാരം. ശ്രീ പുതുശ്ശേരി രാമചന്ദ്രന്റെ പാവക്കൂത്ത് എന്ന കവിതയാണ് ഞാനിന്നിവിടെ പാരായണം ചെയ്യുന്നത്. അഗ്നിയിലൂടെ മാത്രം സഞ്ചരിച്ചവൾ ഞാനേതഗ്നിയിലിനി ആത്മശുദ്ധി തേടേണ്ടു രാമ. 7 നാവാലും എന്നെ ദംശിച്ചു തളർന്നഗ്നി വീണതാണ്. ഇനി ഏതു ശുദ്ധിയോ പരീക്ഷിപ്പു. ഇനിയും പരീക്ഷിക്കിൽ അഗ്നിച്ചാരമായി പോമേ. ഇടിമിന്നലായി പൊട്ടിച്ചിതറിപ്പോമേ സൂര്യൻ. ഞാൻ ശപിക്കില്ല, സർവം സഹതൻ മകളല്ലോ സീത. ശുദ്ധരിൽ ശുദ്ധൻ രാമനെന്നറിയുന്നോൾ ആര്യധർമ്മത്തിൻ വഴിമാറി സഞ്ചരിക്കാത്ത വീരശൂരനാം ജിതേന്ദ്രിയൻ എൻ പ്രിയതമൻ. കളിയായി പോലും ഒളിവാക്കുരിയാടിയിടാത്തോൻ, പരനാരിയെ സ്വപ്നത്തിലുമേ ദർശിക്കാത്തോൻ, കാമജവ്യസനങ്ങളൊന്നുമേശാത്ത സത്യകാമനെ കൊടുങ്കാട്ടിലേക്കയച്ചവരാര്? രാക്ഷസർ വാഴും ദണ്ഡകാരണ്യത്തിലാവട്ടെ രാമനു വനവാസമെന്നതാരുടെ ബുദ്ധി? രുദിതാനുസാരിയാം കവി ഈ ദയനീയ ദുരിതങ്ങളൊന്നൊന്നായി പകർത്തി പാടിക്കേൾക്കേ. നാളെ മറ്റൊരു കവി പാടിടാം രാമായണം. ഭീതിതം ഒരു പാവക്കൂത്തിന്റെ പാഠാന്തരം. കുലർവില്ലുമായി ഇടിമിന്നലായി ആ ദണ്ഡകവനമാകെ നീ കത്തിജ്വലിച്ചു പായും നാളിൽ നാഥ, നിൻ തൃക്കാലടി പറ്റിയൊഴുകിയൊരേകവേണിയാം കാട്ടുപുഴയെ മറന്നുവോ? ഋതുവായതുപോലും ഭർതൃഗേഹത്തിൽ വച്ചാണതു നാളിൽ ഞാൻ പൊട്ടിക്കരഞ്ഞതോർക്കുന്നില്ലേ. മൈഥിലി മനോഹരി എന്നു നീ തഴുകിയെന്നിയാകെ കുളിർ കോരിച്ചൊരിഞ്ഞതോർമ്മിപ്പിലേ. പെറ്റു വീണപ്പോൾ തന്നെ ഭൂമിയിൽ ഉപേക്ഷിക്കപ്പെട്ടവൾ, ജനകനാലെടുത്തു വളർത്തവൾ. ഋതുവായിടും മുൻപേ രാജന്യകുമാരന്റെ ദൃഢബാഹുക്കൾക്കുള്ളിലായി സമർപ്പിക്കപ്പെട്ടോൾ. പ്രാണനും തൃണമാക്കി ചാരിത്ര്യം സംരക്ഷിച്ചോൾ. പ്രാണനാഥന്റെ സന്ദേഹാഗ്നിയിലുരുകിയോൾ. അഗ്നിശുദ്ധയായി തന്നെ മടങ്ങി വന്നെന്നാലും ഗർഭവാർത്തയാൽ വീണ്ടും പരിത്യക്തയായുള്ളോൾ. ഇനി ഏതഗ്നിയിലാണ് ആത്മശുദ്ധി എന്നാഥ? ഇനി ഏതാഹവനീയാഗ്നിയിലുരുകേണ്ടു? ഒരു പുത്രനു വേണ്ടി യാഗം ചെയ്തതാണച്ഛൻ, ഇരുപുത്രഗർഭത്തെ ത്യാഗം ചെയ്കയോ പുത്രൻ? പിന്നെ കണ്ണീരും കൊണ്ടു പിറന്നോൾ ഇവൾക്കുണ്ടോ മണ്ണടിവോളം മണ്ണിലിത്തിരി മനസ്വാസ്ഥ്യം? കണ്ണീരും കൊണ്ടു പിറന്നോൾ ഇവൾക്കുണ്ടോ മണ്ണടിവോളം മണ്ണിലിത്തിരി മനസ്വാസ്ഥ്യം? നന്ദി.